വെൽക്കം ടു അതേഴ്സ് വേൾഡ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഹെയർ കെയർ ഡേ ആണ്. ഞാൻ ഇന്ന് ചെയ്യുന്ന ഹെയർ കെയർ ആണ്. വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പക്ഷേ ഇന്ന് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കുറച്ച് എപ്പോഴേലൊക്കെ ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ മുടിയിൽ എണ്ണ തേച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ കളയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഷാമ്പൂ, അത്രയുടെ ഇത് സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നിങ്ങൾ എണ്ണ തേച്ചുള്ള സംഭവം മുഖത്ത് കാണുന്നുണ്ടാവില്ലേ, പിമ്പിൾസ്. അതെനിക്ക് എണ്ണ തേച്ചപ്പോൾ വരുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്. വീക്കിലി ഒരു പ്രാവശ്യം എണ്ണ തേക്കും. ഇന്ന് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവം. അതെന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തി താളിയാണ്. അല്ലെങ്കിൽ ഞാൻ വേറെ ഒന്നുകൂടി ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഷാമ്പൂ ആയിട്ട്. ഈ ചെറുപയറുണ്ടല്ലോ, അത് തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് അതൊന്ന് കുതിർന്നിട്ട് നമ്മളത് ഇതുപോലെ തന്നെ പേസ്റ്റ് ആക്കുക. ഷാമ്പൂ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നല്ല കുറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് എനിക്കിത് തേച്ച മുടി പൊട്ടുന്ന കുറയുന്നതാണ്. മറ്റേത് യൂസ് ചെയ്യുമ്പോൾ പുറമെന്നുള്ള ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ മുടി പൊട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്കത് പോയി ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ചെമ്പരത്തിയുടെ ചെടിയില്ലേ. ഇന്ന് പതിവില്ലാതെ 4 ചെമ്പരത്തിട്ടുണ്ട്. വീഡിയോ എടുക്കണ കാരണം അയല തന്നെയാണ്. ഞാൻ പൂവ് ഇപ്പം എടുത്താൽ നല്ലതാണ്. പൂവും പിടിക്കുന്നല്ലേ തന്നെ. അതെ അതെ, ഈ ഇലയും മുട്ടൊക്കെ എടുത്തോളൂ കേട്ടോ, നല്ലതാ. ചേച്ചി പൊട്ടിക്കോ. ഇവിടെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേക്കും, അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടുത്തെ ഇലൊക്കെ ഇപ്പോൾ പോയിക്കണം. അപ്പോൾ ഇതൊക്കെ ഇത്ര കെട്ടിയിട്ടുണ്ട്. നമുക്കിത് പോയിട്ട് കഴുകി വൃത്തിയാക്കി മിക്സിയിൽ അരയ്ക്കാം. ഈ അടിയിലൊരു മഞ്ഞ കളർ കണ്ടോ നിങ്ങൾ? ഇതിപ്പോൾ എന്നെ മെത്തായി. അത് നിങ്ങളെപ്പോഴും കളഞ്ഞിട്ട് വേണ്ട യൂസ് ചെയ്യാൻ, അത് എടുക്കാൻ പാടില്ല. കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ, എനിക്ക് നല്ല കട്ടി വേണം. അതുകൊണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെമ്പരത്തി താളി. നേരത്തെ പറഞ്ഞില്ലേ, ഇത് കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതെന്താ വെച്ചാൽ ഞാൻ വെള്ളം കുറച്ചെടുത്തിട്ടുണ്ടാകുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത് കട്ടിയിലിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് നല്ല ലൂസായിട്ടായിരിക്കും. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ കട്ടിയിലുള്ള കേട്ടോ, എന്നാലാണ് കറക്റ്റായി തലയിൽ തേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി അമ്മേനെ പോയി വിളിച്ചാലോ. ഇത് അപ്പോൾ ഇത് എൻ്റെ തലയിലൊക്കെ അങ്ങനെ തേച്ച് തന്നിട്ടുണ്ട്. സംഭവം കുറച്ച് കുറഞ്ഞു പോയി. ഞങ്ങൾ ഉണ്ടാക്കിയത് 5 ചേച്ചിക്കും തേച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ 2 പേർക്ക് കൂടി ആകുമ്പോൾ കുറച്ച് കുറഞ്ഞു. ഇത് കുളി കഴിഞ്ഞ് വന്നിട്ട് കാണിച്ചു തരാം. എൻ്റെ മുടി ഇങ്ങനെ പാറിക്കളിക്കുന്നത് കാണിച്ചു തരാം. ഈ താട് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം മുടിയിൽ നല്ല ഇങ്ങനെ ആ ഇലയുടെ പൊടിയും നാരൊക്കെ ഉണ്ടാവും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, ഞാൻ കാണിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെടുന്നുണ്ട്. അത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ അപ്പം തന്നെ നനവോടെ തന്നെ അത് കളയാണ് ചെയ്യാറ്. ഹേ ഗായ്സ്, അപ്പോൾ എൻ്റെ ഹെയർ ഫുൾ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും. എൻ്റെ ഇല്ല, എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ വിചാരിച്ച ചെറിയൊരു ഹെയർ പാക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ആരെങ്കിലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ട്രൈ ചെയ്യുക, നല്ലതാണ്. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോയിൽ കാണാം. ബൈ.